കൂട്ടക്കുരുതികളുടെയും അടിച്ചമർത്തലിന്റെയും പാരമ്പര്യമുള്ള നാടാണ് അമേരിക്ക. തലമുറകളായി കൈമാറി വന്ന അധികാര ദുർവിനിയോഗത്തിന്റെ കഥ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും കേൾക്കാം. ഒരേ സ്വേച്ഛാധിപത്യ പ്രവണതയിലുള്ള അധികാരികൾ മാറി മാറി ഭരണം നടത്തിയപ്പോഴെല്ലാം അമേരിക്കയിലെ അടിച്ചമർത്തൽ നയങ്ങൾ സ്വേച്ഛാധിപത്യത്തിന്റെ മറ്റൊരു മുഖമായി എഴുതപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകളുടെ മാത്രം അന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോരുന്ന അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളും അമേരിക്കയുടെ വരുതിയിലാക്കണമെന്ന ആഗ്രഹം ഇപ്പോഴുമുണ്ട്. തങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് എല്ലാവരും എത്തിക്കുക എന്നതാണ് അമേരിക്കൻ നയങ്ങൾ. എന്നാൽ ഓരോ വഴിയിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന അമേരിക്കൻ ഭരണാധികാരികളിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളും പ്ലാനുകളുമൊക്കെ ആയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് 2 തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത്. ആദ്യ ടൈമിൽ പദ്ധതികളൊന്നും അത്ര കണ്ട് ബലവത്താക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും ഡബിൾ സ്ട്രോങ്ങിലാണ് ഇപ്പോൾ വരവ്. ഇത്തവണ ട്രംപിന്റെ തീരുമാനങ്ങളെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിന്റെ വരവ്. അതും വെറും വരവൊന്നുമല്ല. പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുമാണ് മസ്ക്.